ദൈവത്തിന് മഹത്വം. മോശയുടെ ജനനവുമായി അനുബന്ധിച്ച് പുറപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നോക്കുവിൻ, ഇസ്രായേൽ ജനതയുടെ എണ്ണവും ശക്തിയും വർദ്ധിച്ചിരിക്കുന്നു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അവർ നമ്മെ കീഴ്പ്പെടുത്തും. അതിനനുവദിച്ചുകൂടാ. അവർ വർദ്ധിക്കാതിരിക്കുവാൻ നമ്മൾ തന്ത്രപൂർവം പ്രവർത്തിക്കണം. അടിമവേല മടുത്തു. പിതാവായ ദൈവമേ, ഈ കഠിനയാതന അവിടുന്ന് കാണുന്നില്ലേ? ഈ കഠിനയാതനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് വേഗം വരണമേ ദൈവമേ. എത്ര അടിമേല കൂട്ടിയിട്ടും ഇസ്രായേൽ ജനം പെരുക തന്നെ ചെയ്യുന്നു. ഇനി നാം എന്താണ് പ്രവർത്തിക്കുക? ഇസ്രായേൽ മക്കൾക്ക് ധരിക്കുന്ന ഓരോ ആൺകുട്ടിയെയും നൈൽ നദിയിൽ കൊന്നുകളയാൻ ഇതിനാൽ നാം കൽപ്പിക്കുന്നു. ആരവിടെ? ഈ കൽപ്പന ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കേണ്ടതാകുന്നു. എന്റെ മോനെ, ദൈവമേ, പിതാവായ ദൈവമേ, ആ ഫറവോ രാജാവ് പറയുന്നത് അങ്ങ് അറിയുന്നില്ലേ? എന്തിനങ്ങ് എനിക്ക് മകരം നൽകി? മരിക്കാൻ വേണ്ടിട്ടാണ് ഇവനെങ്ങനെ ജനിപ്പിച്ചത്? ദൈവമേ, ഇവനെ രക്ഷിക്കണേ. അമ്മ വിഷമിക്കണ്ട. ആ ഫറവോ രാജാവ് അയാളൊരു രാക്ഷസനാണ്, രാക്ഷസൻ. നമ്മുടെ കുഞ്ഞിനെ ദൈവം കാക്കും. അമ്മ വിഷമിക്കണ്ട. എന്ത് തണുത്ത വെള്ളമാണ് ഈ നൈൽ നദിയുടേത്. രാജ്ഞി, അവിടുത്തെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. അതൊരു കുഞ്ഞിന്റെ കരച്ചിലാന്ന് തോന്നുന്നു. ഇതൊരു കുഞ്ഞാണല്ലോ. നല്ല ചുണക്കുട്ടനായ ഒരു ആൺകുട്ടി. എന്ത് സുന്ദരനാണ് ഇവൻ. അവന്റെ ചിരി കണ്ടില്ലേ? സുന്ദരനും ചുണക്കുട്ടനുമായുള്ള ആൺകുട്ടി. നല്ല രാജ്ഞി, ഇവനെങ്ങനെ ഇവിടെ എത്തി? എന്റെ പിതാവിനെ പേടിച്ച് ഏതെങ്കിലും ഹെബ്രായ സ്ത്രീ നൈൽ നദിയിൽ ഒഴുകിയതാന്ന് തോന്നുന്നു. രാജ്ഞി, ഇവൻ കരയുന്നുണ്ടല്ലോ. ഇനി നാം എന്താണ് ചെയ്യാ? ഇവന്റെ മുഖം കണ്ടിട്ട് ഇവനെ വെള്ളത്തിൽ വലിച്ചെറിയാൻ എനിക്ക് തോന്നുന്നില്ല. ഇവനെ നോക്കി വളർത്തുവാനെ ആരെങ്കിലും അന്വേഷിക്കുക. വേഗമാകട്ടെ. രാജ്ഞി, കുഞ്ഞിനെ നോക്കി വളർത്തുവാനായി ഞാനൊരു ഹെബ്രായ സ്ത്രീയെ അന്വേഷിക്കട്ടെ. വേഗം. അമ്മേ, 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 നമ്മുടെ കുഞ്ഞിന് ഫറവോ രാജാവിന്റെ പുത്രിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താ? ഫറവോ രാജാവിന്റെ പുത്രിക്കോ? ദൈവമേ! അമ്മ വിഷമിക്കേണ്ട. നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിലാണ്. ഫറവോ രാജാവിന്റെ പുത്രി വളരെ സ്നേഹനിധിയും ദയാലുമുള്ളവളാണ്. അവർ നമ്മുടെ കുഞ്ഞിനെ നോക്കി വളർത്തുവാനായി ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നുണ്ട്. ദൈവം കാത്തു. അമ്മേ, വാ അമ്മേ, വേഗം വാ, വേഗം വാ. രാജ്ഞി, ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. ഇവനെ നോക്കി വളർത്തണം, ഇവന് പാലൂട്ടണം. അതിനുവേണ്ടിയുള്ള എല്ലാ ചെലവും ഞാൻ വഹിക്കുന്നതാണ്. അതിനു മുൻപ് ഇവന് ഞാൻ ഒരു പേരിടും. വെള്ളത്തിൽ നിന്നെടുത്ത ഇവനെ ഞാൻ മോശ എന്ന് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. അങ്ങനെ മോശ വളർന്നു വലുതായി ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. ഏതൊരു അടിമത്തിൽ നിന്നും വിടുവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.